അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ ഉപയോഗിച്ച് കളയുന്ന കണ്ടെയ്നേഴ്സ് ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരിതാണ്. അത് നമുക്ക് ഡസ്റ്റ്ബിന്നായിട്ടും യൂസ് ചെയ്യാം. ഇത് ചെടിച്ചട്ടി ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് നല്ല ഭംഗിക്ക് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഉപയോഗിച്ച് കളഞ്ഞ പാത്ര കണ്ടെയ്നേഴ്സ് അല്ലേ, അതും വേണ്ടി വരും. പിന്നെ വേണ്ടത് സ്ക്യൂവറാണ്. സ്ക്യൂവർ ഇതുപോലെ ഞാൻ കുറച്ച് സ്ക്യൂവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലിത് ഉണ്ടായിരുന്നതാണ് കേട്ടോ. പിന്നെ ഇതൊരു കണ്ടെയ്നർ, ഞാനിത് ബിരിയാണി വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ ആ ഒരു കണ്ടെയ്നറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വലുതാണ്, തൈരിന് കിട്ടുന്ന കണ്ടെയ്നറിനേക്കാൾ കുറച്ച് വലുതാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഹാൻഡിൽ ഒന്ന് പൊട്ടിച്ച് കളയുന്നുണ്ട്, ഒന്ന് എടുത്ത് കളയുന്നുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിന് വേണ്ടത് പിന്നെ വേണ്ടത് ഗ്ലൂ ആണ്. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ വേണം. ഗ്ലൂ ഗണ്ണ് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് ഈ ഗ്ലൂ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും. നമ്മുടെ പശയൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഒട്ടി വരാനായിട്ട്. ഇതുപോലെ കൂർത്ത ഭാഗം അടിയിലേക്ക് ആക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കാം ആദ്യം. അപ്പോൾ ഈ ഗ്ലൂ തേച്ച് അപ്പം തന്നെ ഒട്ടിക്കണം കേട്ടോ. നമ്മൾ ടൈം വൈകുന്നതനുസരിച്ച് ഇത് പെട്ടെന്ന് ഉറച്ചു പോവും, സെറ്റാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഗ്ലൂ തേച്ച് അപ്പം തന്നെ നമ്മൾ ഈ സ്ക്യൂർ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കൂർത്ത ഭാഗം അടിയിലേക്കായിട്ട് ഈ എൻഡിൽ അറ്റത്തേക്ക് എത്തുന്ന രീതിയിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ 2 എണ്ണം വീതമാണ് കേട്ടോ ഒട്ടിക്കുന്നത്. എന്താ വെച്ചാൽ മുകളിലേക്ക് ചുറ്റുമ്പോൾ കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 എണ്ണം വീതമാണ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ ഇടയിലൊന്ന് ഗ്ലൂ തേച്ച് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്കിത് ചുറ്റും ഒട്ടിച്ചെടുക്കണം. ചുറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇഞ്ച് ഗ്യാപ്പ്, 1.25 ഇഞ്ച് ഗ്യാപ്പൊക്കെ വിട്ടിട്ട്, അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഗ്യാപ്പൊക്കെ വിട്ടിട്ട് നമുക്കിത് ഒട്ടിക്കാം. 1 ഇഞ്ച് മതിയാവും. 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് 2 എണ്ണം വീതം വെച്ചിട്ട് ഫുൾ ചുറ്റുമായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കട്ടെ. അപ്പോൾ ഗ്ലൂ തേച്ചപ്പോൾ തന്നെ ഒട്ടിക്കുക. ലേറ്റ് ആയി കഴിഞ്ഞാൽ ആ ഗ്ലൂവിൽ പിന്നെ നമ്മൾ ഒട്ടില്ല കേട്ടോ ഈ സാധനം. അപ്പം നമുക്കിതുപോലെ ചുറ്റും ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ ചുറ്റും ഒന്ന് നമുക്ക് ഒട്ടിക്കാം. ഞാൻ ഒരുവിധം ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ അടിയിൽ കുറച്ച് വട്ടം കുറവും മുകളിലേക്ക് കുറച്ച് വൈഡായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒട്ടിക്കുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒട്ടിക്കേണ്ട, കുറച്ച് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിലേക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു വട്ടം കറക്റ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ മോൾ ഭാഗം കുറച്ച് ഗ്യാപ്പ് കൂടിപ്പോടും. പിന്നെ ഞാൻ ഈ ഒരു ത്രെഡ്, എൻ്റെ അടുത്ത് ചാക്ക് നൂല് കയറാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നമ്മുടെ ചാക്ക് നൂലിന് തിക്നെസ് ഭയങ്കര കുറവാണെങ്കിൽ തിക്കുള്ളത് നോക്കിയിട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറാണ് യൂസ് ചെയ്യുന്നത്. കയറായാലും മതി, കുഴപ്പമില്ല. പക്ഷേ ചരടിൻ്റെ തന്നെ നമ്മൾ ഈ തിക്കായിട്ടുള്ളത് കിട്ടണമെങ്കിൽ നല്ല കുറച്ചും കൂടിയും ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഞാനിത് കയറാണ് എനിക്ക് കിട്ടാണ്ടായത്. അപ്പോൾ ഞാൻ കയറാണ് യൂസ് ചെയ്യുന്നത്. പോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ ഗ്ലൂ ഒന്നും അടിയിൽ ഒട്ടിക്കുന്നില്ല കേട്ടോ. ഞാൻ അടിവശത്ത് ഒട്ടിക്കുന്നില്ല. ഞാനത് ഡസ്റ്റ്ബിന്നായിട്ടാണ് യൂസ് ചെയ്യാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അടിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ എഡ്ജിൽ ആദ്യം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഫുൾ ചുറ്റും ഈ കണ്ടെയ്നറിൻ്റെ അറ്റം എത്തുന്ന വരെയും നമുക്കിതുപോലെ തന്നെ ഒന്ന് ചുറ്റിച്ച് ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മൾ ഈ ഗ്ലൂ തേക്കുക, എന്നിട്ട് നമ്മളിങ്ങനെ ചുറ്റി എടുക്കുക കേട്ടോ. ഗ്ലൂ തേക്കുമ്പോൾ നമുക്കായ സ്ക്യൂവറിൻ്റെ മീതെ മാത്രം തേച്ച് കൊടുത്താലും മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അടിയിലേക്ക് കുറച്ച് താഴ്ന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഗ്ലൂ തേച്ചിട്ട് കാര്യമില്ല. ആ സ്ക്യൂവറിൻ്റെ മീതെ എല്ലാം ഇവിടെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. കണ്ട് ഇതേപോലെ ഒന്ന് പതുക്കെ തേച്ചിട്ട് ഒട്ടിച്ചിട്ട് പെട്ടെന്ന് തന്നെ, ഇപ്പോൾ ഇത്തിരി തിക്കായിട്ടുള്ള കയറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചുറ്റിക്കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചാക്ക് ചരട് വാങ്ങിക്കുമ്പോൾ ഒത്തിരി തിക്കായിട്ടുള്ള ഇതുപോലത്തെ വലിയ കണ്ടെയ്നറൊക്കെ ചെയ്യുമ്പോൾ തിക്കായിട്ടുള്ള കയറ് തന്നെ വാങ്ങിക്കുക കേട്ടോ. തിക്കായിട്ടുള്ള ത്രെഡ് തന്നെ വാങ്ങിക്കുക. നല്ല എനിക്ക് തിന്നായിട്ടുള്ള എൻ്റെ അടുത്തുള്ളത്. ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് വേറെ കണ്ടെയ്നറിൽ ചെയ്യുന്നത് തിന്നായിട്ടുള്ളത്. അപ്പോൾ ആ ചെറുതൊക്കെ ചെയ്യുമ്പോൾ തിന്നും നല്ലതാണ്. പക്ഷേ ഇങ്ങനത്തെ പോലെ വലിയ ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് വണ്ണുള്ള ടൈപ്പാണ് കേട്ടോ നല്ലത്. ഇതേപോലെ നമുക്ക് ഫുള്ളും ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ നമുക്ക് ഫുള്ളും ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ കണ്ടെയ്നറിൻ്റെ മുകളിലേക്ക് എത്തുന്ന വരെ നമ്മൾ ഇതുപോലെ തന്നെ ചുറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ഈ സ്ക്യൂവറിൻ്റെ ഇടയിൽ കൂടി കണ്ട ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് ഇടുക, മറ്റേ ഭാഗം പുറത്തേക്ക് വെക്കുക. എന്നിട്ട് അപ്പോൾ പുറത്തേക്ക് വെക്കുന്ന ഭാഗത്ത് നമ്മൾ ഒന്ന് ഗ്ലൂ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഗ്ലൂ വെച്ച് ഒട്ടിക്കണം. എന്നിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കണം. ഇതുപോലെ ഫുള്ളും ഞാൻ ചുറ്റി എടുത്തിട്ടുണ്ട്. ഒന്ന് ഇടവിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഹൈറ്റിലേ എടുക്കുന്നുള്ളൂ, ഫുള്ളായിട്ട് ചുറ്റുന്നില്ല. അപ്പം നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ അവിടെ നിന്ന് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. നല്ല കറക്റ്റ് ഉറച്ച് നിൽക്കുള്ളൂ. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ക്യൂവറിൻ്റെ ബാക്കി എഡ്ജ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ.
അപ്പോൾ നമുക്ക് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടിയെടുക്കാം, കുറയ്ക്കണമെങ്കിൽ ഇത്ര ഹൈറ്റ് ഇല്ലാണ്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ചെടിച്ചട്ടിയൊക്കെയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഹൈറ്റ് കുറച്ചൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ചെടിച്ചട്ടി ഇറക്കി വെക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഹൈറ്റ് കുറച്ചിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ആ സ്ക്യൂവറിൻ്റെ ഇതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ മുകളിലൊന്നും കൂടി ഒന്ന് ചുറ്റി എടുത്തിട്ട് വേണം നമ്മളിത് പശ വെച്ച് എഡ്ജ് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഒന്നും കൂടി ചുറ്റണം, ആ സ്ക്യൂവറിൻ്റെ മുകളിൽ കൂടി ഒന്നും കൂടിയും ഒറ്റ റൗണ്ടായിട്ട് കണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. എന്നിട്ട് വേണം ഒട്ടിക്കാൻ. അവസാനം എൻ്റെ ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതേപോലെ എടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ ചെടിച്ചട്ടി വെക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ക്ലോത്ത് ഇട്ടിട്ട് ഒരു ക്ലോത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടിതുപോലെ. അത് ഞാൻ ഡസ്റ്റ്ബിന്നാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് കേട്ടോ. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പ്ലെയിനായിട്ട് ഇങ്ങനെ തന്നെ വെച്ചാലും മതി. അപ്പോൾ ചെടിച്ചട്ടിയൊക്കെ ഇറക്കി വെക്കണമെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ തന്നെ വെച്ചാലും മതി. അതെല്ലാം നിങ്ങൾക്ക് ഡസ്റ്റ്ബിന്നായിട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ഡസ്റ്റ്ബിന്നാക്കി യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ തന്നെ ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈനിങ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലോത്ത്, പഴയ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഇട്ട് അതിൻ്റെ ആ ഒരു കറക്റ്റ് വട്ടത്തിനേക്കാളും കുറച്ച് കൂടുതലാക്കിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ എഡ്ജൊന്ന് മടക്കിയിട്ട് ഗ്ലൂ തേച്ച് അതുമാതിരി ഗ്ലൂ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. തേച്ച് പണിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഗ്ലൂ ഗണ്ണുകൊണ്ട് തേച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ചുറ്റും ഒട്ടിച്ചു കൊടുക്കുക. അടിയിലേക്കും നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ അതല്ലെങ്കിലും അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്കിപ്പോൾ വീട്ടിൽ കളയുന്ന കണ്ടെയ്നറൊക്കെ അല്ലേ നമ്മൾ ഇത് ഇപ്പം ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും അധികം വന്നിട്ടില്ലല്ലോ. ഇതുപോലെയൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിനേക്കാളേറെ സന്തോഷമാണ് അല്ലേ. കുറച്ചും കൂടി വലിയ കണ്ടെയ്നറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വലിയ രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ വേറെ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ വെച്ചിട്ട് ചെയ്ത കണ്ടെയ്നർ വെച്ചിട്ട് ചെയ്തതാണ് ഇതൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്